നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ നടുവിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഒരു മരണം. മരിച്ചത് ഛത്തീസ്ഗഡ് സ്വദേശി നന്ദുലാൽ. 7 പേർക്ക് പരിക്ക്. തലശ്ശേരിയിൽ ലോറി കടന്നുപോകുന്നതിനിടെ ഇന്റർലോക്ക് കട്ടതെറിച്ച് മൊബൈൽ കടയുടെ ചില്ല് തകർന്ന് ഒരാൾക്ക് പരിക്ക്. പരിക്കേറ്റത് AVK നായർ റോഡിലെ 4G മൊബൈൽ സ്റ്റോറിന്റെ മാനേജർ ഷാനിക്ക്. ചുക്ലി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതായി ആരോപണം. ഭീഷണിപ്പെടുത്തിയത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി റഫ്ഷാനിയുടെ പിതാവിന്. പാനൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിച്ചത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ V. രഞ്ജൻ മുമ്പാകെ. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ നടുവിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഒരു മരണം. ഛത്തീസ്ഗഡ് സ്വദേശി നന്ദുലാലാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റു. താവക്കുന്നിൽ വെച്ചാണ് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞത്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടമുണ്ടായത്. കുഴൽക്കിണറിന്റെ ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ഛത്തീസ്ഗഡ് സ്വദേശികളായ 8 പേരായിരുന്നു ലോറിയിലുണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട ലോറി ഒരു തോട്ടത്തിലേക്കാണ് മറിഞ്ഞത്. അവിടെ ഒരു മരത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു. ലോറിക്കകത്ത് മുൻവശത്തെ ക്യാബിനിലും പിറകുവശത്തായിട്ടായിരുന്നു തൊഴിലാളികൾ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ഒരാൾ ലോറിക്ക് അടിയിലേക്ക് പോയിരുന്നു. ആദ്യഘട്ടത്തിൽ നാട്ടുകാരും പിന്നീട് ഫയർഫോഴ്സും എത്തി ലോറി വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. എന്നാൽ ഒരാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ക്രെയിൻ എത്തിച്ച് ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ അകപ്പെട്ടിരുന്ന ആളെ പുറത്തെത്തിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്ന ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. തലശ്ശേരിയിൽ ലോറി കടന്നു പോകുന്നതിനിടെ ഇന്റർലോക്ക് കട്ടതെറിച്ച് മൊബൈൽ കടയുടെ ചില്ല് തകർന്നു. ചീള് തെറിച്ച് കടയിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു. തലശ്ശേരി AVK നായർ റോഡിലെ 4G മൊബൈൽ സ്റ്റോറിന്റെ ചില്ലാണ് തകർന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. AVK നായർ റോഡിലെ 4G മൊബൈൽ സ്റ്റോറിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നത്. കടയുടമ സർഫറാർ ഷെറിയുടെ സഹോദരൻ ഷാനിക്ക് കാലിന് ചീള് തെറിച്ച് പരിക്കേറ്റു. റോഡിന് സമീപത്തായി ഇറക്കിവെച്ച ഇന്റർലോക്ക് കട്ട ലോറി പോകുമ്പോൾ തെറിച്ചാണ് അപകടമുണ്ടായത്. ടൗണിലെ തിരക്കേറിയ ഭാഗമായതുകൊണ്ട് തന്നെ തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായതെന്ന് കടയുടമ സർഫറാർ ഷെറി പറഞ്ഞു. ഇതിപ്പോൾ 4G മൊബൈൽ സ്റ്റോറിൽ ഇപ്പോൾ AVK നായർ റോഡിൽ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഗ്ലാസ്സിലിപ്പോൾ നടന്ന വർക്ക് ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അന്നേരം ആ സമയത്ത് കുറേ കസ്റ്റമർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഏകദേശം എൻ്റെ ബ്രദറും കാര്യങ്ങളിലും ഉണ്ടായിട്ട് അവൻ്റെ കാലിന് എതിരെയാണ് ഇപ്പോൾ നല്ലൊരു ഇൻ്റർലോക്കിൻ്റെ ഒരു വലിയൊരു പീസ് തന്നെയാണ് വന്ന് അടിച്ചത്. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിൻ്റെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് കുറച്ചും കൂടി ജാഗ്രത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ ഇപ്പം നിരന്തരം ഈ ഒരു ഭാഗത്ത് തന്നെ റോഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളത് പറഞ്ഞതിന് ശേഷമാണ് അവർ ആ ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയത്. ജസ്റ്റ് ഒരു റിബണും കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ വെച്ച പോലെ മുമ്പേ വെച്ചതാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് മാറി കൊണ്ടുപോകാൻ പറ്റുമെന്ന്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കെയർലെസ് ആയിട്ടുള്ള രീതിയിലേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് നമ്മളാണ് ഭവിഷ്യത്താണ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം അപകടം നടന്നയുടൻ സമീപത്തിറക്കി വെച്ച ഇന്റർലോക്ക് കട്ടകൾ ജോലിക്കാർ നീക്കം ചെയ്തു. റോഡ് കോൺക്രീറ്റിനായി അടച്ചിട്ടിട്ട് ദിവസങ്ങളായി. ഒരു ഭാഗത്തെ പണി പൂർത്തീകരിച്ച ശേഷമാണ് റോഡ് ഭാഗികമായി തുറന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. റോഡ് പണിയിൽ നഗരസഭയും കരാറുകാരനും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കടയുടമയ്ക്ക് ആവശ്യമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി ടൗൺ പ്രസിഡന്റ് ഇല്യാസ് ചാത്താടി, പൊന്നകം നൌഷാദ്, ദിൽഷാദ് എന്നിവർ ആവശ്യപ്പെട്ടു. സമിതിക്ക് പറയാനുള്ളത്, ഇന്ന് വ്യാപാര മേഖല വളരെയേറെ പ്രതിസന്ധിയിൽ പോകുന്നൊരു സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഈ 4G തലശ്ശേരി നാരങ്ങാപ്പുറമുള്ള 4G മൊബൈൽ സ്റ്റോറിൻ്റെ വലിയൊരു ഗ്ലാസ്സാണ് ഇവിടെ ഈ ഒരു ഇൻ്റർലോക്ക് തെറിച്ചും കൊണ്ട് പൊട്ടിയിട്ടുള്ളത്. അവിടെയുള്ള ജീവനക്കാരന് പരിക്കും പറ്റിയിട്ടുണ്ട്.
തക്കതായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്ട് വർക്ക് എടുക്കുന്നവർ കുറച്ചുകൂടിയും ജാഗ്രത പാലിക്കണം. ഇവിടെ പല സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. പല സ്ഥാപനത്തിൻ്റെ ഗ്ലാസുകൾ പുറത്ത് ഉള്ളൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇനിയും വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിൽ സംഭവം വരാതെ സൂക്ഷിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. വീണ്ടും പറയാനുള്ളത് ഇതിൻ്റെ നഷ്ടപരിഹാരം, ഇതിൻ്റെ ഇവിടെയുള്ള മാനേജർക്കടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ നൽകണമെന്നാണ് വ്യാപാര വ്യവസായ സമിതിക്ക് പറയാനുള്ളത്. AVK നായർ റോഡിലെ റോഡ് പണിക്കിടെ HT കേബിൾ തകർന്ന് വൈദ്യുതി മുടങ്ങി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടെയാണ് HT കേബിൾ തകർന്നത്. മണവാട്ടി ജംഗ്ഷൻ മുതൽ ലുലു ഗോൾഡ് വരെയുള്ള ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഒരു ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് 40 ദിവസത്തോളം എടുത്താണ് പൂർത്തീകരിച്ചത്. മറുഭാഗത്തേക്കുള്ള പ്രവൃത്തി കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. JCB ഉപയോഗിച്ച് കോൺക്രീറ്റ് പ്രവൃത്തി വ്യാഴാഴ്ച നടക്കുമ്പോഴാണ് 11 മണിയോടെ HT കേബിൾ തകർന്നത്. ഇതോടെ വൈദ്യുതി ബന്ധം നിലച്ചു. ജ്വല്ലറികൾ, വസ്ത്രശാലകൾ, സൂപ്പർമാർക്കറ്റ്, ലാബ് എന്നിങ്ങനെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കേബിൾ തകർന്നതോടെ ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ KSEBക്ക് നഷ്ടമുണ്ടായതായാണ് കണക്ക്. KSEB കരാറുകാരനെയും കരാറുകാരൻ KSEBയെയും പഴിചാരി രക്ഷപ്പെടുകയാണെന്ന് സമീപത്തെ ലോട്ടസ് സൂപ്പർമാർക്കറ്റ് ഉടമ സാജിദ് പറഞ്ഞു. പിന്നെ റോഡ് പണി ഏതാണ്ട് 40 ദിവസത്തിൽ കൂടുതൽ ഒരു സൈഡ് കൂട്ടിയിട്ടിട്ടാണ് വർക്ക് നടന്നത്. അതോടുകൂടിയിട്ട് ഈ ഏരിയയിലുള്ള എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഒരു റോഡ് വരുന്നത് കൊണ്ട് എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നതാണ്. പക്ഷേ അത് ഒരു സൈഡ് തുറന്ന് രണ്ടാമത്തെ സൈഡ് പണി തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമാണല്ലോ. പക്ഷേ ഈ റോഡ് പണി തുടങ്ങുമ്പോൾ തന്നെ ഈ ഏരിയയിൽ ഞാൻ കുറേ കാലം ഇവിടെ താമസിക്കുന്നു. ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്കറിയാം ഇവിടെ അത്യാവശ്യം കേബിള് കാര്യങ്ങൾ ഞങ്ങളെ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പിന്നെ വരുന്ന കേബിൾ ഏത് ഭാഗത്തുനിന്ന് വരുന്നതെന്ന് അത്യാവശ്യം എനിക്ക് അറിയുന്നതുകൊണ്ട് ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടറോട് മിനിഞ്ഞാന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ സൈഡിൽ ഇന്ന ഏരിയയിൽ പിന്നെ കേബിളുണ്ട്, വലിയ കേബിളാണ്, അത് ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ ട്രാൻസ്ഫോമറിലും മറ്റുള്ള ഇവിടെയുള്ള തലശ്ശേരിയിലെ AVK നായറുള്ള പല ഭാഗത്തേക്കും പോകുന്ന ലൈനാണെന്നൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരത് കേട്ടോ കേട്ടില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കൃത്യമായി ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് യാദൃശ്യമായിട്ട് സംഭവിച്ചു. അതായത് പിന്നെ JCB കൊണ്ട് അവർ ആഴത്തിൽ കുഴിച്ചപ്പോൾ ഇവിടുത്തെ മെയിൻ ലൈൻ HT ലൈനാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. HT ലൈൻ പൊട്ടുന്നതോടുകൂടി ഇവിടെ ഒരുപാട് ഷോപ്പുകൾ, അതായത് പിന്നെ ലുലു സാരി മുതൽ ലോട്ടസ് ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ ലാബ്, പിന്നെ കല്യാൺ ജ്വല്ലറി, ഇതുവരെയുള്ള എല്ലാ ഷോപ്പുകളുടെ കറണ്ട് മൊത്തം സപ്ലൈ പോയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തുമാത്രം ചെയ്യണമെന്ന് നമുക്കറിയില്ല. KSEBയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അവരുടെ അടുത്ത് കേബിൾ ഉണ്ട് എന്ന് കോൺട്രാക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നെ ശ്രദ്ധിക്കാതെയാണ് ചെയ്തതെന്ന് പിന്നെ കോൺട്രാക്ടർ പറയുന്നത് KSEB നമ്മളടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഈ വാർഡ് കൗൺസിലറെ ഞാൻ ബന്ധപ്പെട്ടിരുന്നത്. വാർഡ് കൗൺസിലറോട് പറഞ്ഞത് അത് KSTP ആണ്, അവരെ റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആരും ഈ കേബിളിൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടില്ല. ഇവർ പരസ്പരം അങ്ങോട്ടും പറഞ്ഞു കളിക്കുകയാണ്. പക്ഷേ എല്ലേ തന്നെ ഇപ്പോൾ ഏതാണ്ട് 40 ദിവസത്തിന് ശേഷം കച്ചവടവും കാര്യവും വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി ബന്ധം എന്ന് പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായില്ല. ഈ ഭാഗത്ത് പൈപ്പ് ലൈനും തകർന്നിട്ടുണ്ട്. ചൊക്ലി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതായി ആരോപിച്ച് നേതാക്കൾ രംഗത്ത്. 7ാം വാർഡിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി റഫ്ഷാനയുടെ പിതാവിനെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ചാണ് നേതാക്കൾ രംഗത്തെത്തിയത്. പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചൊക്ലി പഞ്ചായത്തിലെ 7ാം വാർഡ് UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PTK റഫ്ഷാനയെ ഭീഷണിപ്പെടുത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ലത്തീഫ്. റംഷാനയുടെ പിതാവിനെ സ്ഥലത്തെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു വലിയമാട് ഹൗസിൽ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു, ക്ലാസ് ടീച്ചർ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. ഒരു മത്സരവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കണമെന്നാണ് അസൈൻമെൻറ്റ്. ആ കുട്ടി ഒരു കളിയുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ചെയ്തു, ഒരു റൂൾ ഉണ്ടാക്കി. ആ കുട്ടി ഉണ്ടാക്കിയ മത്സരത്തിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് സ്പൂണും നാരങ്ങയും. സ്പൂണ് വായിൽ വെച്ച് അതിൽ നാരങ്ങ വെച്ച് നടക്കണം, ഇത്ര അകലം നടക്കണം. അത് നടക്കുമ്പോൾ വീണ്ടും നാരങ്ങ എടുത്ത് വെക്കാം. അതൊക്കെ അവസാന കുട്ടിയുടെ നിബന്ധന പറഞ്ഞത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന്. ജയിച്ചവർ
തോറ്റവരെ കളിയാക്കരുത്, അടിവരണം. അത് വലിയ വാർത്തയായി. സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയുടെ അമ്മ കൊടുത്ത് വലിയ വാർത്തയായി. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള നിയമസഭ സ്പീക്കർ ആ കുട്ടിയുടെ മാതാവിനെയും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ചാമ്പറിൽ കൊണ്ടുപോയി ദൃശ്യമാധ്യമങ്ങളൊക്കെ വിളിച്ച് ആദരിച്ചു. എന്താ പറയുക, ഇങ്ങനെയായിരിക്കണം നമ്മുടെ തലമുറ. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന സന്ദേശം, മഹത്തായ സന്ദേശമാണ് ഈ കുട്ടി ലോകത്തിന് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ചാമ്പറിൽ വെച്ച് ആദരിച്ചു. വി ശിവൻകുട്ടിയെ കണ്ടു. ശിവൻകുട്ടിയും ഫേസ്ബുക്കിൽ ഇതാണ് കേരളത്തിൻ്റെ മഹത്തരമായ വിദ്യാഭ്യാസത്തിൻ്റെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റവരെ ബഹുമാനിക്കണം, ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, തോൽക്കണമെങ്കിൽ മത്സരിക്കാനുള്ള ഒരു അവസരങ്ങൾ കൊടുക്കണ്ടേ? ജയവും പരാജയവും സാധാരണ ഒരു സ്പൂണും നാരങ്ങ കൊണ്ട് പോകുമ്പോൾ ഒരു കുട്ടി ഇത് വായിൽ വെച്ച് പോകുമ്പം തോൽക്കാനെങ്കിലും ഒരാൾ കൂടെ നടക്കണ്ടേ? അങ്ങനെ നടന്നാലല്ലേ തോൽവിയും വിജയവും ഉണ്ടാവും. ഇവിടെ മത്സരിക്കാൻ പോലും അവസരം നിഷേധിച്ചവർ ഈ കുട്ടിയുടെ മുമ്പിൽ തോറ്റിരിക്കുകയാണ്. സ്പീക്കറും മന്ത്രിയും തിരുവനന്തപുരത്തോട് ആദരിച്ച ആ കുട്ടിയുടെ മുമ്പിൽ CPM പാർട്ടി പരാജയപ്പെട്ടിരിക്കുകയാണ്. മത്സരിക്കാൻ പോലും നിങ്ങൾ മുന്നോട്ട് വരരുത് എന്ന രൂപത്തിലുള്ള ഏകാധിപത്യ ഫാസിസ്റ്റ് സമ്പ്രദായം ചുക്ലി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിന് 1ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥി, അത് വനിതാ സ്ഥാനാർത്ഥി, മത്സരിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ അതിനെതിരെ ഭീഷണിയാക്കിയിരിക്കുന്നത്. മകളെ മത്സര രംഗത്ത് നിന്നും പിന്മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പിതാവിനെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതെന്ന് ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും സ്ഥാനാർത്ഥി റഫ്ഷാന പറഞ്ഞു. അവർ 2 നേതാക്കന്മാർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഉപ്പയോട് എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര വിഷമായി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉപ്പ കാര്യം പറഞ്ഞത് എനിക്കും ഭയങ്കര വിഷമായി. ഉപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആണ്, 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എൻ്റെ കുടുംബക്കാരും എൻ്റെ സഹപ്രവർത്തകരും കൂടി ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഉറച്ചമായ തീരുമാനമാണ്. ഈ കേസ് മുന്നോട്ട് തന്നെ പോവും. ഇതിൽ നിന്ന് ഒരു പിന്മാറുകയും ഞാൻ ചെയ്യില്ല. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് VG അരുൺ, PK യൂസഫ് മാസ്റ്റർ, PV മുഹമ്മദ്, PK റഫീഖ്, VP ഉദയകുമാർ, PTK സിറാജ് എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂനപക്ഷ സാംസ്കാരിക സമിതി തലശ്ശേരി ഏരിയയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ അഡ്വക്കേറ്റ് ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള തീവ്ര വോട്ടർ പട്ടിക പരിശോധനയുടെ മറവിൽ അർഹരായ വോട്ടർമാരെ നീക്കം ചെയ്യുന്ന SIR നടപടി നിർത്തുക, ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര BJP സർക്കാരിന്റെ പാവയാവാതിരിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുയർത്തിയാണ് ന്യൂനപക്ഷ സാംസ്കാരിക സമിതി തലശ്ശേരി ഏരിയയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിനിമാ താരവും നിയമജ്ഞനുമായ അഡ്വക്കേറ്റ് ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഈ തീവ്ര വോട്ടർ പട്ടിക റിവിഷൻ പരിഷ്കരണം വരുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ആശങ്കപ്പെടാനുള്ള കാരണം ഉണ്ടാക്കുന്നത്? സമീപകാലത്തുണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ ആശങ്കപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് 3-4 പ്രാവശ്യം വോട്ടർ പട്ടിക റിവിഷൻ ഉണ്ടായിട്ടുണ്ട്, പരിഷ്കരണം നടന്നിട്ടുണ്ട്. വോട്ടർ പട്ടിക റിവിഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മരിച്ച വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റും. ഏതെങ്കിലും ഒരു ബൂത്തിൻ്റെ പരിധിയിൽ സ്ഥിരതാമസമില്ലെങ്കിൽ അവർ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റും. ഒന്നിൽ കൂടുതൽ വോട്ട് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വോട്ടർ പട്ടികയിലെ കുറവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച 1ാമത്തെ തീവ്ര വോട്ടർ പട്ടിക പരിശോധന നടക്കുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ ഈ പ്രക്രിയ ആരംഭിച്ചപ്പോൾ CPM അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിശക്തമായി അതിനെതിർക്കുകയും സുപ്രീം കോടതിയിൽ അടക്കം അതിനെതിരെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വഴങ്ങിയില്ല. ബീഹാർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് പ്രശാന്ത് ഭൂഷൺ പോലുള്ള ആ വിഷയത്തിൽ വൈദഗ്ധ്യം നേടിയവർ പറയുന്നത് 80 ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ബീഹാർ ഇലക്ഷൻ മുമ്പ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ്. ചിലയിടത്ത് 65 ലക്ഷം പേരെന്ന് പറയുന്നത്. അങ്ങനെ ഒരു
വലിയ വിഭാഗത്തെ നീക്കം ചെയ്തുകൊണ്ടാണ് ബീഹാറിൽ ഇക്കുറി ഇലക്ഷൻ നടന്നത്. കെ താഹിർ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ, ഏരിയ സെക്രട്ടറി CK രമേശൻ, DYFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, കാത്താണ്ടി റസാഖ്, ആമിന മാളിയേക്കൽ, ജാബിർ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഫാസിൽ സ്വാഗതം പറഞ്ഞു. ചിത്രകാരൻ സെൽവൻ മേലൂർ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി ക്യാൻവാസിൽ ചിത്രം വരച്ചു. പാനൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നേതാക്കളും പ്രവർത്തകരും പ്രകടനമായെത്തിയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ V രഞ്ജൻ മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. പാനൂർ നഗരസഭയിലെ 41 വാർഡിലെ UDF സ്ഥാനാർത്ഥികളാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ V രഞ്ജൻ മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. മുസ്ലിം ലീഗ് 23 കോൺഗ്രസ് 18 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പാനൂർ ടൗണിൽ നിന്നും പ്രകടനമായാണ് നഗരസഭാ ഹാളിൽ എത്തിയത്. നേതാക്കളായ PPA സലാം, B നാസർ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, NA റഫീഖ് മാസ്റ്റർ, ആവോലം ബഷീർ, EA നാസർ, TP രാജൻ മാസ്റ്റർ, B സുരേന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. പാനൂർ നഗരസഭ 1-ാം വാർഡ് LDF കൺവെൻഷൻ പാനൂരിൽ നടന്നു. നാഷണൽ ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി KP യൂസഫ് ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭ 1-ാം വാർഡ് LDF കൺവെൻഷൻ പാനൂരിൽ നടന്നു. പാനൂരിലെ അന്തരിച്ച KP ദിവാകരന്റെ വീട്ടുമുറ്റത്താണ് കൺവെൻഷൻ നടന്നത്. നാഷണൽ ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി KP യൂസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ആ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി അവിടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അടുത്ത ദിവസം തന്നെ അറിയും. നിങ്ങളെല്ലാവരും അഫ്സത്തിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ രൂപം കൊടുക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരുപാട് വികസനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാഷണൽ ഹൈവേ അടുത്ത ജനുവരിയോട് കൂടി അത് പൂർത്തിയാകുകയാണ്. അങ്ങനെ ഓരോ പൊതുമരാമത്തായാലും ലൈഫ് മിഷൻ ആയാലും പാവപ്പെട്ടവരുടെ ജനക്ഷേമപരമായ പെൻഷനുകളായാലും എല്ലാം കൃത്യമായി നൽകിക്കൊണ്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കൂടുതൽ ശക്തി പകരാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണണം. പ്രേമരാജൻ അധ്യക്ഷനായി. ഹാരിസ് മരക്കാർ സ്വാഗതം പറഞ്ഞു. KK സുധീർ കുമാർ, സ്ഥാനാർത്ഥി മൊയ്ലോ തഫ്സത്ത്, K മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുച്ചേരി കോർപ്പറേഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ഡിഫറൻറ്റ് പേഴ്സൺ വികലാംഗ ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള അലിങ്കോയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാഹിയിലെ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ലൈഫ് ലൈൻ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മാഹി E വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്കായി സൗജന്യ ലൈഫ് ലൈൻ ഉപകരണങ്ങൾ മാഹിയിൽ വിതരണം ചെയ്തു. പുതുച്ചേരി കോർപ്പറേഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ഡിഫറൻറ്റ് പേഴ്സൺ വികലാംഗ ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള അലിംഖോയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് മാഹിയിലെ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ലൈഫ് ലൈൻ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. മാഹി E വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ചാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. മാഹി MLA രമേശ് പറമ്പത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആളുകൾ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇവിടെ വന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വരികയും പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന പ്രത്യേക ഡോക്ടർമാരുടെ സംഘം അവർ പരിശോധിക്കുകയും ആവശ്യമായ ആളുകളെ അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും
ഏതാണ്ട് 189ഓളം ആളുകൾക്ക് 25 ലക്ഷം രൂപയുടെ മറ്റൊരു അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഉപകരണങ്ങളാണ് ഇന്ന് ഇവിടെ വിതരണം നടത്തപ്പെടുന്നത്. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ അധ്യക്ഷനായി. അലിംകോ സീനിയർ മാനേജർ അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സാറ്റലൈറ്റ് സർവീസ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ചീഫ് മാനേജർ നിലഞ്ജൻ റൌത്ത് ആശംസാ പ്രസംഗം നടത്തി. മാനേജിംഗ് ഡയറക്ടർ പി ശാന്തി സ്വാഗതവും സോഷ്യൽ വെൽഫെയർ ഓഫീസർ കാർത്തിക് നന്ദിയും പറഞ്ഞു. തലശ്ശേരി നഗരസഭയിൽ ഓട്ടോറിക്ഷകൾക്ക് പുതുതായി പെർമിറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഓൾ കേരള സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ AKSATU HMS തലശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. AKSATU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് നിയമവിരുദ്ധമായി TMC നമ്പർ നൽകാനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് നിർത്തിവെക്കാനും ഇതുവരെ അനുവദിച്ച TMC നമ്പറുള്ള മുഴുവൻ ഓട്ടോറിക്ഷകൾക്കും ഓട്ടോ സ്റ്റാൻഡും എല്ലാ സ്റ്റാൻഡുകളിലും ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർത്തമാനകാലത്ത് 23 വർഷക്കാലം ഞങ്ങൾ ഒരു രാഷ്ട്രീയ യജമാനന്മാരുടെയും പിന്തുണയില്ലാതെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വിശ്വാസത്തെ ആർജിച്ചിട്ടുള്ള സംഘടനയാണ്. ഇതിനിടയിൽ ഞങ്ങൾ 25 കേസുകൾ തൊഴിലാളികൾക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ആ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ച കേസുകളിലൊക്കെ തന്നെ ഞങ്ങൾ അനാവശ്യമായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ പോയതല്ല. നിയമപരമായിട്ട് കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങളെ ലംഘിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ലംഘനത്തിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ പോയിട്ടുള്ളത്. ആ പോയ എല്ലാ കേസുകളിലും ഇന്നേ വരെക്കും ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുകൂലമായ വിധികൾ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഞങ്ങൾ നിയമപരമായ നടപടി തുടർന്ന് ഏറ്റെടുക്കും, നടത്തും. അതിന്റെ പിന്നാലെ മുനിസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിലായിരിക്കില്ല, മറിച്ച് നിങ്ങൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആ കേസുകളെ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥനായി മാറുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. സംസ്ഥാന ജനറൽ സെക്രട്ടറി N ലക്ഷ്മണൻ, സംസ്ഥാന സമിതി അംഗം മനോജ് ടി സാരംഗ് എന്നിവർ സംസാരിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് CK നസീർ, മുഹമ്മദ് റാഫി, ലെനീഷ്, ജിൻസർ, കോയ, KP സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ.
Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. ചിത്രകാരിയും ബഹുഭാഷാ കവിയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഇമ്മാനുവൽ മെറ്റിൽസിന്റെ ദ സ്പ്രിംഗ് വിത്തിൻ നെവർ എൻഡ്സ് എന്ന ആർട്ട് എക്സിബിഷൻ നവംബർ 22 മുതൽ 27 വരെ ന്യൂമാഹി മലയാള കലാഗ്രാമത്തിൽ നടക്കും. 22 ഉച്ചയ്ക്ക് 3 മണിക്ക് ദേശീയ അവാർഡ് ജേതാവായ സംവിധായകൻ പ്രിയനന്ദനൻ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രകാരിയും ബഹുഭാഷാ കവിയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഇമ്മാനുവൽ മെറ്റിൽസിന്റെ ദ സ്പ്രിംഗ് വിത്തിൻ നെവർ എൻഡ്സ് എന്ന ആർട്ട് എക്സിബിഷൻ നവംബർ 22 മുതൽ 27 വരെ മാഹി മലയാള കലാഗ്രാമത്തിൽ നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ താമസിക്കുന്നത് ആലുവ, ചാലക്കുടിയാണ്. അപ്പോൾ ഇവര് എഴുത്തുകാരി എന്നുള്ള രീതിയിലും പിന്നെ സാമൂഹ്യ പ്രവർത്തക എന്നുള്ള രീതിയിലും പിന്നെ പെയിന്റർ എന്നുള്ള രൂപത്തിലും പിന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന രൂപത്തിൽ ഒരു വെർസറ്റൈലായിട്ടുള്ള ഒരു പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കലാകാരിയാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ഭാഗത്ത് അവരറിയപ്പെടണം, അവരുടെ വർക്കുകൾ അറിയപ്പെടണം, അവരുടെ ഐഡിയോളജി അറിയപ്പെടണം എന്ന രൂപത്തിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ കലാഗ്രാമത്തിൽ 22 മുതൽ 27 വരെ, 22-നാണ് ഉദ്ഘാടനം, 3:30-ക്കാണ്. ഫിലിം ഡയറക്ടർ പ്രിയനന്ദനൻ സാറാണ് വരുന്നത്. 22 ഉച്ചയ്ക്ക് 3 ദേശീയ അവാർഡ് ജേതാവായ സംവിധായകൻ പ്രിയനന്ദനൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സിനിമാ സംവിധായകൻ പ്രദീപ് ചുക്ലി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നമ്മളെപ്പോഴും സൗന്ദര്യശാസ്ത്രത്തെ, സൗന്ദര്യ സങ്കല്പനങ്ങളെ, പൊതുബോധ സൗന്ദര്യ സങ്കല്പനങ്ങളെ വളരെ വിചിത്രമായിട്ട് കാണുന്ന ആളുകളാണ്. ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഹാൻസം, ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ ഹാൻസം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഇത്ര നിറമുണ്ടെങ്കിൽ, ഈ നിറമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ണ് ഇങ്ങനെയാണെങ്കിൽ, മൂക്ക് ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ നമുക്ക്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, സൗന്ദര്യ സങ്കല്പനം എന്ന് പറയുന്നത് പ്രാദേശികമാണ്. അതായത് കേരളത്തിലെ സൗന്ദര്യ സങ്കല്പനമല്ല. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവരുടെ കണ്ണുകൾ വളരെ ചെറുതാണ്. നമ്മൾ വിടർന്ന നീലലോഹിത നയനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ? ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ദം ആ ഐഡിയ. അപ്പോൾ പ്രാദേശികമാണ്. കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൗന്ദര്യ സങ്കല്പനമല്ല യൂറോപ്പിൻ്റെ സൗന്ദര്യ സങ്കല്പനം, അവരുടേതല്ല ആഫ്രിക്കയുടെ സൗന്ദര്യ സങ്കല്പനം, മോറികളുടെ വേറെ ഒരു രീതിയിലാണ്. സോ പ്രാദേശികമാണ്. പക്ഷേ നമ്മൾ ഒരു യാർഡ് സ്റ്റിക്ക് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഒരു സെയ്ത്തൂൺ MK പ്രശാന്ത് ഒളവിലം, ഡോക്ടർ രാംപ്രസാദ് എന്നിവർ സംബന്ധിക്കും. പ്രദർശനം പോസിറ്റിവിറ്റി, പുനർനിർമ്മിക്കപ്പെടുന്ന എസ്തറ്റിക് ധാരണകൾ, സ്ത്രീകളുടെ സ്വയം ചികിത്സാ യാത്ര എന്നിവയെ ആധാരമാക്കി സൃഷ്ടിക്കപ്പെട്ട കൃതികളാണ് അവതരിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചിത്രകാരി ഇമ്മാനുവൽ മെറ്റിൽസ്, CP സനൽ, പ്രശാന്ത് ഒളവിലം എന്നിവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് പാനൂർ ബ്ലോക്ക് സമ്മേളനം നവംബർ 22 ശനിയാഴ്ച കാലത്ത്
9 മണി മുതൽ മുകേരി മാക്കുൽ പീടിക KT ജയകൃഷ്ണൻ മാസ്റ്റർ സ്മൃതി മന്ദിരത്തിലെ KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗറിൽ വെച്ച് നടക്കും. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ, 9:30 പതാക ഉയർത്തൽ, 10 ഉദ്ഘാടന സമ്മേളനം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന 22-ാം തീയതി മാക്കുൽ പീടിക KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ നാമധേയത്തിലുള്ള സ്മാരക മന്ദിരത്തിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പെൻഷൻ സംഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ, 9:30 പതാക ഉയർത്തൽ, 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം എന്നിവ നടക്കും. KSPS ജില്ലാ പ്രസിഡന്റ് T ശിവദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ പത്മനാഭൻ മംഗലശ്ശേരി അധ്യക്ഷനാവും. BJP സംസ്ഥാന കൗൺസിൽ അംഗം മോഹനൻ മാനന്തേരി മുഖ്യപ്രഭാഷണം നടത്തും. ചർച്ച, തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. സമാപന സമ്മേളനം RSS ജില്ലാ ബൗദ്ധിക് പ്രമുഖ് M നാരായണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ NK നാണു മാസ്റ്റർ, പത്മനാഭൻ മംഗലേരി, KC കുമാരൻ മാസ്റ്റർ, KM അശോകൻ, P രാജൻ, M പ്രേമരാജൻ, A വിജയൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. വളരെ സജീവമായി എല്ലാ മേഖലയിലുംപ്പെട്ട പെൻഷൻകാരുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതീവ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് കരുത്ത് പകരുന്നതാണ്. ഈ സമ്മേളനത്തോടുകൂടി തീർച്ചയായും അത് 10 മടങ്ങ് ശക്തി പ്രാപിക്കുകയും. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് 11-ാം വാർഡ് കുനിപ്പറമ്പ് UDF കൺവെൻഷൻ കടവത്തൂരിൽ നടന്നു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് 11-ാം വാർഡ് കുനിപ്പറമ്പ് UDF കൺവെൻഷൻ കടവത്തൂരിൽ നടന്നു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു. നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വളരെ പ്രയാസപ്പെടുകയാണ്. മാത്രമല്ല, നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ നേരത്തെ ഒരു സ്ക്വയർ ഫീറ്റിന് 7 രൂപ നൽകിയിരുന്ന വീടുകളുടെ പെർമിറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 200 സ്ക്വയർ മീറ്റർ വീടെടുക്കുന്ന ഒരാള് 1400 രൂപ പഞ്ചായത്തിലേക്ക് അടച്ചിരുന്നത്. അത് നമ്മള് പ്രതീക്ഷിക്കുന്ന വർധനവ് ഒരുപക്ഷെ 7 രൂപ എന്നുള്ളത് 14 രൂപയാകാം, അല്ലെങ്കിൽ 21 രൂപയാകാം, 3 ഇരട്ടി. അതൊന്നുമല്ല, 10ഉം 15ഉം ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ 1400 രൂപ പെർമിറ്റ് ഫീസ് നൽകേണ്ടിയിരുന്നിടത്ത് ഇന്ന് 25,000 രൂപ പെർമിറ്റ് ഫീസ് നൽകേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഈ സർക്കാർ. മാത്രമല്ല, നമ്മളിപ്പോ കെട്ടിക്കൊണ്ടിരിക്കുന്ന നികുതി എല്ലാ 5 വർഷം കൂടുമ്പോഴും അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി. നമ്മൾ അറിയേണ്ടത്, ഈ സംസ്ഥാനത്തെ സാധാരണക്കാരനെ പിഴിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാര്യം ഇതാണെങ്കിൽ, നമ്മുടെ സംസ്ഥാനത്തിന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തയ്യാറെടുത്ത് നിൽക്കാൻ കഴിയുന്ന അഭിമാനകരമായ നേട്ടം നമ്മൾ എപ്പോഴും വരച്ചു കാണിക്കാറുള്ളത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളാണ്. യൂസഫ് കണിയാറക്കൽ അധ്യക്ഷനായി. മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള ഒരു ജനത എന്ന് സ്വയം അഹങ്കരിക്കുന്ന ആൾക്കാർ. കാരണം കേരളം എന്ന് പറയുന്നത് എന്താണ്? വിദ്യാസമ്പന്നമായിട്ടുള്ള വിദ്യകളുടെ ഒരു നാടാണ് എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയും എഡ്യൂക്കേഷനായിട്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല രീതിയിൽ എല്ലാ വിഭാഗങ്ങളിലും നല്ല രീതിയിൽ പെരുമാറ്റത്തിലായിക്കോട്ടെ, അത് ജോലി സ്ഥലത്തായിക്കോട്ടെ, ഏത് മേഖലയായാലും അവിടെയൊക്കെ കഴിവുകൾ തെളിയിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് എന്തുകൊണ്ട് ഈ 9 വർഷം നമ്മളെ പറ്റിച്ചവരെ വീണ്ടും നമ്മൾ അധികാരത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ നിന്നു കൊടുത്താൽ മതിയോ? നേരത്തെ ഇവിടെ മഹമ്മൂദ് സാഹിബ് പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങാം. ഇതൊരു ട്രയലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള യജ്ഞം നടക്കാൻ പോകുന്ന എപ്പോഴാണ്? ഫൈറ്റ് നടക്കാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷന്റെ സമയത്താണ്. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് UDF ചെയർമാൻ ഇസ്മയിൽ ചാമാളി, കൺവീനർ P കൃഷ്ണൻ മാസ്റ്റർ, അബ്ദുള്ള പാലേരി, സജീവൻ എടവന, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി CK മുഹമ്മദ് അലി, തൃപ്പങ്ങോട്ടൂർ 11-ാം വാർഡ് സ്ഥാനാർത്ഥി ഗഫൂർ മുലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. വാർഡിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് 5 വർഷം പൂർത്തിയാക്കിയ നിലവിലെ മെമ്പർ ഹാജറ യൂസഫിനെ വിവിധ ഘടകങ്ങൾ ഉപഹാരം നൽകി ആദരിച്ചു. കാട്ടൂർ മഹമ്മൂദ് ഉപഹാര സമർപ്പണം നടത്തി. ചാത്തോൾ തറവൈ ഹാജിയും ഉപഹാര സമർപ്പണം നടത്തി. നിസാർ നാറോൾ സ്വാഗതവും ഹാജറ യൂസഫ് നന്ദിയും പറഞ്ഞു.
പാനൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാനൂർ BRCയുടെയും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ പാനൂർ സബ് ജില്ലയിലെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാനൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ നടന്ന ക്യാമ്പ് ലയൺസ് ഡിസ്ട്രിക്ട് GMT കോർഡിനേറ്റർ ബിജോയ് S. നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാനൂർ BRCയുടെയും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ പാനൂർ സബ് ജില്ലയിലെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാനൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത്. ലയൺസ് ഡിസ്ട്രിക്ട് GMT കോർഡിനേറ്റർ ബിജോയ് S. നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. അതായത് വിശപ്പരഹിതമായിട്ടുള്ള ഒരു ഗ്രാമം എന്നുള്ളൊരു പദ്ധതിയിൽ ഹങ്കർ റിലീഫ് നടത്തുന്നുണ്ട്. ഹോം ഫോർ ഹോംലെസ്, അതായത് വീടില്ലാത്തവർക്ക് സ്വന്തമായി ഒരു 3 സെന്റ് 4 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രവൃത്തി. എൻവയൺമെന്റ്, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങള്. സൈറ്റ് ഫോർ കിഡ്സ്, അതാണ് ഇന്നിവിടെ നടക്കുന്നത്. കുട്ടികളിലുള്ള കാഴ്ച വൈകല്യങ്ങൾ മാറ്റിക്കൊടുക്കാനുള്ള കണ്ണട വിതരണം. പിന്നെ മാനസിക ആരോഗ്യം നിലനിർത്താനുള്ള കൗൺസിലിംഗ് പോലത്തെ കാര്യങ്ങള്. പിന്നെ നമ്മുടെ ഡയബറ്റിക്സ്, നിങ്ങൾക്കറിയാം, പ്രമേഹം ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസാസ്റ്റർ റിലീഫ്, പെട്ടെന്ന് വരുന്ന പ്രകൃതിക്ഷോഭം, ദുരന്തങ്ങളിൽ ആൾക്കാരെ സഹായിക്കാൻ നമ്മളിപ്പോ കഴിഞ്ഞ ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇടുക്കിയിൽ വെള്ളപ്പൊക്കം മലയിടിഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തനം എത്തിച്ചു. മിഷൻ കോർഡിനേറ്റർ രാജൻ നമ്പ്യാർ അധ്യക്ഷനായി. SFK കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ചന്ദ്രൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. പാനൂർ BRC BPC K. സിമ്മി ടീച്ചർ കന്നഡ വിതരണം നടത്തി. PP ശ്രീധരൻ, SFK കോർഡിനേറ്റർ മോഹൻദാസ്, പാനൂർ BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KB റോജ തുടങ്ങിയവർ സംസാരിച്ചു. KP മോഹനൻ MLA ക്യാമ്പ് സന്ദർശിച്ചു. 300ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം.
ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112338. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പ്രമുഖ ഗാന്ധിയനും അധ്യാപക സംഘടനാ നേതാവുമായ EV പത്മനാഭൻ മാസ്റ്ററെ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ 13ാം ചരമവാർഷിക ദിനത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. പ്രമുഖ ഗാന്ധിയനും അധ്യാപക സംഘടനാ നേതാവുമായിരുന്ന EV പത്മനാഭൻ മാസ്റ്ററെ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ 13ാം ചരമവാർഷിക ദിനത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ ചെയർമാൻ K. ഹരീന്ദ്രൻ, പ്രസിഡന്റ് ജെയിംസ് C. ജോസഫ്, പൊത്തങ്ങാട് രാഘവൻ, VK ചന്ദ്രൻ മാസ്റ്റർ, KM പവിത്രൻ, K. രവീന്ദ്രൻ, K. സുരേഷ്, PV മധു, N. മോഹനൻ, K. പ്രശോഭ് എന്നിവർ പങ്കെടുത്തു. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് വാരാചരണത്തിന്റെ ഭാഗമായി ഡിസ്പെൻസറിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജ ജി നായർ മുഖ്യപ്രഭാഷണം നടത്തി. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണത്തിന്റെ ഭാഗമായി ഡിസ്പെൻസറിയിൽ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജ ജി നായർ മുഖ്യപ്രഭാഷണം നടത്തി. പല സന്ദർഭങ്ങളിലായിട്ട് ആന്റിബയോട്ടിക്സ് എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ അത് ആന്റിബയോട്ടിക് തെറ്റാണെന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. ആന്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ അത് തെറ്റായിട്ട് മാറുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പം ഒരു പനിയോ ജലദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം കൊണ്ട് നിങ്ങളൊരു ഡോക്ടർക്ക് പോയി, ഡോക്ടർ നിങ്ങൾക്കൊരു ആൻറ്റിബയോട്ടിക് എഴുതി തന്നു. ആ ആൻറ്റിബയോട്ടിക് കഴിച്ചു, നിങ്ങൾക്ക് അസുഖം കുറഞ്ഞു. അപ്പം നിങ്ങളെന്ത് ചെയ്യും? വീട്ടിൽ തന്നെ വേറൊരാൾക്ക് അസുഖം വന്നു, അതേ അസുഖം ചിലപ്പം അതേ അസുഖം തന്നെയായിരിക്കും. എനിക്കിത് കഴിച്ചിട്ട് സുഖമായി, ഇത് നിങ്ങളിത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എഴുതിയ ഗുളിക ആൻറ്റിബയോട്ടിക് അത് ഡോക്ടർ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എഴുതിയതായിരിക്കും. ഡോക്ടർ നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് കഴിക്കാനാണ് എഴുതിയതെങ്കിൽ 1 ദിവസം കഴിച്ച് 2ാമത്തെ ദിവസം അത് കുറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം കഴിക്കാതിരിക്കരുത്. 3 ദിവസത്തേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 3 ദിവസം കംപ്ലീറ്റ് ആയിട്ടും കഴിക്കണം. 5 ദിവസത്തേക്കാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ 5 ദിവസത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് കഴിക്കണം. അതൊരു കോഴ്സാണ്. അപ്പോൾ നമ്മൾ 5 ദിവസം 3 ദിവസം കഴിക്കാൻ എഴുതിയത് കഴിക്കാതിരിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് അതുപോലൊരു അവസരം വന്നു കഴിഞ്ഞാൽ ആ മരുന്ന് നിങ്ങൾക്ക് ഫലിക്കാതെ വരും. മരുന്നുകളുടെ അശാസ്ത്രീയവും അനുചിതവുമായ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സജ്ന അരുൺകുമാർ, കക്കോത്ത് പ്രഭാകരൻ, K. ദൃശ്യ, CK അർജുൻ, ആര്യ അനിരുദ്ധൻ, R. മല്ലിക, N. ശൈലജ എന്നിവർ നേതൃത്വം നൽകി. പാനൂർ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൽ രുചിമേളം സംഘടിപ്പിച്ചു. 1, 2, 3 ക്ലാസുകളിലെ മലയാളം പാഠപുസ്തകത്തിലെ പലഹാരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ കുട്ടികൾക്ക് അറിവും അനുഭവവും ലഭ്യമാകുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാനൂർ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൽ രുചിമേളം സംഘടിപ്പിച്ചു. 1, 2, 3 ക്ലാസുകളിലെ മലയാളം പാഠപുസ്തകത്തിലെ പലഹാരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ കുട്ടികൾക്ക് അറിവും അനുഭവവും ലഭ്യമാകുന്ന തരത്തിലുള്ള രുചിമേളയാണ് സംഘടിപ്പിച്ചത്. വീടുകളിലും മറ്റും ഏതൊക്കെ തരത്തിലുള്ള പലഹാരങ്ങളാണ് നാം ഉപയോഗിക്കുന്നത്, ഏതൊക്കെ രുചികളിലാണ് നമുക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് പാകം ചെയ്യുന്നത്, ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ അറിവുകൾ ലഭിക്കാനായാണ് മേള നടത്തിയത്. വിവിധ രുചികളിലായി 50-ൽ പരം പലഹാരങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത്. രുചിമേള ഗുരുസന്നിധി പ്രസിഡന്റ് T. പ്രദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു പരിധിവരെ രക്ഷിതാക്കളുടെ കൈകളിലാണെങ്കിലും പലപ്പോഴും നമ്മുടെ വീടുകളില് കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഭക്ഷണം പാചകം ചെയ്യാറ്.
എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്റെ വീട്ടിൽ നിന്നും അമ്മ വൈകുന്നേരം ആകുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴോ നാളെ നമ്മൾക്ക് എന്താണ് രാവിലെ കഴിക്കാനുള്ള പാചക വസ്തുക്കൾ എന്തൊക്കെ തയ്യാറാക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഒരു ദിവസം അവസാനിക്കുക. നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെയായിരിക്കും അല്ലേ? സ്വന്തം മകന് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ മകൾക്കിഷ്ടമുള്ള, മൊത്തത്തിൽ പറഞ്ഞാൽ മക്കൾക്കിഷ്ടമുള്ള, മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മുടെ രക്ഷിതാക്കള് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത്തരം പാചക കാര്യങ്ങളില് ഏതൊക്കെ വിഭവങ്ങൾ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കണം എന്ന് നിങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉണ്ടാകാം. നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങള് കുട്ടികൾക്കൊക്കെ ബേക്കറി. പ്രിൻസിപ്പൽ ടി കെ അശോകൻ മാസ്റ്റർ അധ്യക്ഷനായി. ഓട്ടാണി നാണു മാസ്റ്റർ സംസാരിച്ചു. അധ്യാപികമാരായ പി കെ സിംന, കെ വി ഉഷ, എം ജി ഗിഷ, ഭൈന ബാബുരാജ്, ഒ പുരുഷ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. SYS മട്ടന്നൂർ സോൺ മർക്കസ് RCFI സംയുക്തമായി സാന്ത്വന സമർപ്പണം മട്ടന്നൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ചു. 17 കുടുംബങ്ങൾക്കായി 10 ലക്ഷം രൂപയുടെ ജീവനോപാധികളാണ് കൈമാറിയത്. SYS മട്ടന്നൂർ സോൺ സാന്ത്വന സമർപ്പണം മട്ടന്നൂരിൽ നടന്നു. 10 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത്. SYS മട്ടന്നൂർ സോണിൻ്റെയും മർക്കസ് RCFIയും സംയുക്തമായാണ് സാന്ത്വന സമർപ്പണം മട്ടന്നൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ചത്. 17 കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗത്തിനുള്ള 50 കോഴിക്കുഞ്ഞുങ്ങൾ അടങ്ങിയ കൂടാണ് വിതരണം ചെയ്തത്. 142 പേർക്ക് കണ്ണടകൾ, 9 പേർക്ക് വീൽ ചെയറുകൾ, 19 പേർക്ക് വാക്കർ, എയർബെഡ്, 5 ഗ്ലൂക്കോമീറ്റർ, പശു, ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായം, നേത്ര സർജറി സഹായം, തെങ്ങിൻ തൈകൾ, ബ്ലാങ്കറ്റുകൾ തുടങ്ങിയ സാന്ത്വന ഉപകരണങ്ങൾ ഉൾപ്പെടെ 10 ലക്ഷത്തിൻ്റെ ഉപകരണങ്ങളാണ് നൽകിയത്. SYS മട്ടന്നൂർ സോൺ മുഖേനയാണ് വിതരണ പരിപാടി സംഘടിപ്പിച്ചത്. ജാമിയ മർക്കസ് ജനറൽ മാനേജറും മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ C മുഹമ്മദ് ഫൈസി സാന്ത്വന സമർപ്പണം ഉദ്ഘാടനം നിർവഹിച്ചു. മുൻനിർത്തിയതുകൊണ്ട് വിഷയങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതിനൊന്നും കഴിയാത്ത കേരളേതര സംസ്ഥാനങ്ങളുടെ സ്ഥിതി ആലോചിക്കുമ്പോൾ ഭയാനകതയാണ് അവിടെ നാം കാണുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭൂമിയിൽ സ്ഫോടക വസ്തു ആരോ കൊണ്ടുപോയി വെക്കുകയും അത് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തി നിരപരാധിയായ ആ വീട്ടുടമയെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ നിരപരാധികളായ ആളുകളെ ജയിലിലടക്കുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഈ കേരളത്തിൽ നടക്കുകയില്ല. മർക്കസ് GCC കോർഡിനേറ്റർ മർസൂഖ് സാദി പാപ്പിനിശ്ശേരി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ മുഹമ്മദ് വിസ്വാഹി ചൊക്ലി, ഹനീഫ് സഖാഫി, ചന്ദ്രൻ തെല്ലങ്കേരി, അൻസാരി തെല്ലങ്കേരി, പുരുഷോത്തമൻ മട്ടന്നൂർ, അഷ്റഫ് സഖാഫി കടാച്ചിറ, അബ്ദുൽ സലാം സഖാഫി കൂത്തുപറമ്പ്, മുഹമ്മദ് അലി മുസ്ലിയാർ നൊച്ചിയാട്ട്, ഉമ്മർ ഹാജി മട്ടന്നൂർ, ജബ്ബാർ ഹാജി, റിയാസ് കക്കാട്, മർസൂഖ് നൂറാനി, സ്വാലിഹ് മൂയിനി പഴശ്ശി, മുഹമ്മദ് റഫീഖ് സഖാഫി പുന്നാട്, അബ്ദുൽ ലത്തീഫ് സാദി, അബ്ദുൽ ഗഫൂർ നടുവനാട്, മിഗ്ദാദ് കളറോഡ്, ജാബിർ അമാനി, ഉബൈദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് റംഷാദ്, ഇസ്മയിൽ കീച്ചേരി, നൌഷാദ് പാലോട്ടുപള്ളി, ഷുഹൈബ് സഖാഫി, ഷംസുദ്ദീൻ ഹാജി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ നടുവിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഒരു മരണം. മരിച്ചത് ഛത്തീസ്ഗഡ് സ്വദേശി നന്ദുലാൽ. 7 പേർക്ക് പരിക്ക്. തലശ്ശേരിയിൽ ലോറി കടന്നുപോകുന്നതിനിടെ ഇന്റർലോക്ക് കട്ടതെറിച്ച് മൊബൈൽ കടയുടെ ചില്ല് തകർന്ന് ഒരാൾക്ക് പരിക്ക്. പരിക്കേറ്റത് AVK നായർ റോഡിലെ 4G മൊബൈൽ സ്റ്റോറിന്റെ മാനേജർ ഷാനിക്ക്.
ചൊക്ലി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതായി ആരോപണം. ഭീഷണിപ്പെടുത്തിയത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി റഫ്ഷാനിയുടെ പിതാവിനെ. പാനൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിച്ചത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ വി രഞ്ജൻ മുമ്പാകെ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.